ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +2 ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിന്റെ പാർട്ട് 11ലേക്കാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്റർ ഇതുപോലെ ഒരു ബാറ്ററി കണക്ട് ചെയ്ത്, ഇതൊരു ബാറ്ററിയാണ്, ഇതൊരു കപ്പാസിറ്റർ ആണ്. ഈ കപ്പാസിറ്റർ ഒരു ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിയുടെ ഇക്വേഷന്റെ ഡെറിവേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് ആദ്യം ഒരു കപ്പാസിറ്റർ കൺസിഡർ ചെയ്യുക. ഇതാണ് ഒരു കപ്പാസിറ്റർ. കപ്പാസിറ്ററിൽ എന്താണ്, രണ്ട് പാരലൽ പ്ലേറ്റ് കാണും. ഇത് ബാറ്ററിയാണ്. ഓക്കെ, ഒരു ലൈൻ വലുതായും ഒരു ലൈൻ ചെറുതായും വരച്ചിട്ടുണ്ടെങ്കിൽ അത് ബാറ്ററിയാണ്. രണ്ട് ലൈൻസും ഒരേ ലെങ്തിൽ വരച്ചിട്ടുണ്ടെങ്കിൽ അത് കപ്പാസിറ്റർ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കപ്പാസിറ്റർ ഒരു ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ V എന്നുള്ള പൊട്ടൻഷ്യൽ ആണ്. അപ്പോൾ ഈ ഈ കപ്പാസിറ്ററിൽ എൻ്റർ ചെയ്യുന്ന ചാർജ് സ്മോൾ q ആണ്. അപ്പോൾ ഈ കപ്പാസിറ്ററിൽ സ്റ്റോർ ആകുന്ന എനർജി അല്ലെങ്കിൽ വർക്ക്, അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം. പൊട്ടൻഷ്യൽ വെച്ചുള്ള ഇക്വേഷൻ ആണ്. നമ്മൾ ആദ്യം പൊട്ടൻഷ്യൽ ഡെഫിനിഷനിൽ പഠിച്ചിട്ടുള്ളതാണ്. V = W/Q. ഇതാണ് എന്ത്, പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് വർക്കിന്റെ ഇക്വേഷൻ എഴുതാം. W = VQ. ഓക്കെ, ഇത് ഏതാണ്, പൊട്ടൻഷ്യലിന്റെ ഡെഫിനിഷൻ വെച്ചുള്ള ഇക്വേഷൻ ആണ്. W/Q, V = W/Q. ഇതിൽ നിന്നും വർക്കിന്റെ ഈ വർക്കിന്റെ ഇക്വേഷൻ എഴുതാം. V × Q. ഓക്കെ, ഈ വർക്കാണ് എന്ത്, ഈ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താണ്, ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ V ആണ്. Q എന്ന് പറയുന്നത് ഈ എൻ്റർ ചെയ്യുന്ന ചാർജ് ആണ്. അപ്പൊ ഇനിഷ്യലി ഈ ചാർജിൽ നിന്നും, ഈ ബാറ്ററിയിൽ നിന്നും Q ചാർജ് ആണ് ആരിൽ എൻ്റർ ചെയ്യുന്നത്, കപ്പാസിറ്ററിൽ എൻ്റർ ചെയ്യുന്നത്. അപ്പൊ ഈ Q ചാർജിൽ നിന്നും dQ ചാർജ് ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ട എനർജി അല്ലെങ്കിൽ വർക്ക് ഡൺ, അതാണ് ഈ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി എന്നുള്ളത്. ഒന്നുകൂടെ പറയാം, ഈ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ഈ കപ്പാസിറ്ററിൽ Q ചാർജ് എൻ്റർ ചെയ്യും. അപ്പൊ ഈ Q ചാർജിനെ എനിക്ക് Q ചാർജിൽ നിന്നും ഈ dQ ചാർജ് ആയിട്ട് ഇൻക്രീസ് ചെയ്യണം. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ചെറിയ വർക്ക് ഡൺ, അവിടെ ഒരു ചെറിയ വർക്ക് ഡൺ ആണല്ലോ ഉണ്ടാകുന്നത്. അപ്പൊ ആ ചെറിയ വർക്ക് ഡണ്ണിനെ ഞാൻ എങ്ങനെ എഴുതി, dW എന്ന് എഴുതി. ഇത് വേറെയാണ്. ഇത് ഹോൾ ആയിട്ട് പറയുമ്പോൾ അതിന്റെ കപ്പാസിറ്റർ സ്റ്റോർ ചെയ്തിട്ടുള്ള വർക്ക് ഡണ്ണിന്റെ ഫോർമുലയാണ് ഇത്. ഇതെന്താണ്, Qയിൽ നിന്നും dQയിലേക്ക് ആക്കാൻ വേണ്ട സ്മോൾ വർക്ക് ഡൺ, അതാണ് dW. dW = നമുക്ക് വർക്കിന്റെ ഇക്വേഷൻ അറിയാലോ, V × Q. അപ്പൊ ഇവിടെ എങ്ങനെ വരും, V പൊട്ടൻഷ്യലില് വേറെ മാറ്റമൊന്നുമില്ല. ആരാണ് ഇപ്പൊ Q, dQ ആണല്ലേ. അപ്പൊ V × dQ, അതായത് Qയിൽ നിന്നും dQ ചാർജിലേക്ക് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ട വർക്ക് ഡൺ ആണ് dW. ആ സ്മോൾ വർക്ക് ഡൺ ആണ് dW. അതെങ്ങനെ വരും, V × dQ. dQ എന്ന് പറഞ്ഞാൽ ഈ സ്മോൾ ചാർജ് ആണ്. സ്മോൾ ചാർജിലേക്ക് മാറ്റി ആ ഫൈനൽ ആയിട്ടുള്ള ചാർജ് ആണ് dQ. അപ്പൊ ആ സ്മോൾ ചാർജിന്റെ വാല്യൂ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം V = W/Q ആണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. V = എന്താണ്, W/Q ആണ്. നമ്മൾ വിക്ക് മറ്റൊരു ഫോർമുലയും കൂടെ പഠിച്ചിട്ടുണ്ട്. V = Q/C എന്ന് കപ്പാസിറ്റൻസിന്റെ ഇതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ. V = Q/C എന്നുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെ വരും, dW = Q/C × dQ എന്ന് വരും. എങ്ങനെ വന്നു, ഈ V എന്നുള്ള ഇക്വേഷന് നമ്മള് കഴിഞ്ഞ ക്ലാസ്സുകളിൽ എങ്ങനെയാണ് ആ ഇക്വേഷൻ കിട്ടിയത്, ചാർജ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു എന്താണ്, V എന്ന് പഠിച്ചു അല്ലെ. ചാർജ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു പൊട്ടൻഷ്യൽ എന്ന് പഠിച്ചു. ആ പ്രൊപ്പോർഷൻ സൈൻ മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. Q = CV, കപ്പാസിറ്റൻസിൽ പഠിച്ചതാണ്. അപ്പൊ ഈ ഇക്വേഷൻ ആണെന്ത്, ഇങ്ങനെ എഴുതിയത്. അപ്പൊ അതിൽ നിന്നും V യുടെ ഇക്വേഷൻ എഴുതാം. V = Q/C. അതാണ് ഇവിടെ ഇങ്ങനെ വന്നത്. ഓക്കെ, അതാണ് ഇക്വേഷൻ. അപ്പൊ ഈ ഇക്വേഷൻ എവിടെ കൊടുത്തു, ഈ V യുടെ സ്ഥാനത്ത് കൊടുത്തു, Q/C എന്ന് കൊടുത്തു. അപ്പൊ നമുക്ക് ഇവിടെ ഒരു സ്മോൾ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ കിട്ടി. ഇതാണെന്ത്, സ്മോൾ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ. എന്താണ് സ്മോൾ വർക്ക് ഡൺ, അതായത് ഇനിഷ്യലി ഈ ചാർജിൽ നിന്ന്, ഈ ബാറ്ററിയിൽ നിന്നും കപ്പാസിറ്ററിലേക്ക് എൻ്റർ ചെയ്യുന്ന ചാർജ് സ്മോൾ q ആയിരുന്നു എങ്കിൽ പിന്നെ അതിനെ എനിക്ക് dQ എന്ന ചാർജിലേക്ക് ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ട വർക്ക് ഡൺ ആണ് ഈ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി. ഓക്കെ, അപ്പോ ആ എനർജിയുടെ ഫോർമുലയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ എനർജിയാണ് ക്യാപിറ്റൽ W. ഓക്കെ, ആ ക്യാപിറ്റൽ W ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, V × Q. ഓക്കെ, അപ്പൊ എന്താണ് ചെയ്തത്, ആദ്യം ഒരു കപ്പാസിറ്ററിനെ ഞാൻ V വോൾട്ടേജ് ഉള്ള ഒരു ബാറ്ററിയിൽ കണക്ട് ചെയ്തു. അപ്പോൾ എത്രയാണ്, കപ്പാസിറ്ററിൽ Q ചാർജ് ആയിരുന്നു എൻ്റർ ചെയ്യുന്നത്. ആ സമയത്ത് ഉള്ള വർക്ക് ഡൺ, ആ ടോട്ടൽ വർക്ക് ഡൺ എത്രയായിരുന്നു, W = V × Q ആയിരുന്നു. ഓക്കെ,
അപ്പോ പിന്നെ എന്താണ്, എനിക്ക് ക്യൂയിൽ നിന്നും ഡി ക്യൂ എന്ന ചാർജ് ആയിട്ട് ഇൻക്രീസ് ചെയ്യിക്കണം. ക്യൂയിൽ നിന്നും ഡി ക്യൂ എന്ന ചാർജ് ആയിട്ട് ഇൻക്രീസ് ചെയ്യിക്കണം. അപ്പൊ ആ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ട വർക്ക് ഡൺ, അങ്ങനെ ഈ എന്താണ് ഈ ചാർജിനെ ക്യൂയിൽ നിന്നും ഡി ക്യൂയിലേക്ക് ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ട വർക്ക് ഡണ്ണിനെ ഞാൻ എന്തെന്ന് കൊടുത്തു, എന്താണെന്ന് കൊടുത്തു, ഡി ഡബ്ല്യു. അതൊരു സ്മോൾ വർക്ക് ഡൺ ആണ്, അതുകൊണ്ട് തന്നെ ഡി ഡബ്ല്യു എന്ന് കൊടുത്തു. ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യലിന് മാറ്റമൊന്നുമില്ല, വി ഇൻറ്റു ക്യൂ. ക്യൂ ആരാണ് ഇവിടെ, ഡി ക്യൂ. കാരണം ഫൈനലി ഡി ക്യൂയിലേക്കാണ് വന്നത്. അപ്പോ ക്യൂവിന്റെ സ്ഥാനത്ത് ഡി ക്യൂ എന്ന് കൊടുത്തു. വർക്കിന്റെ സ്ഥാനത്ത് സ്മോൾ വർക്ക് ഡൺ ആയിട്ട് ഡി ഡബ്ല്യു എന്ന് കൊടുത്തു. അപ്പോ നമ്മള് വിക്ക് പൊട്ടൻഷ്യലിന് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, കപ്പാസിറ്റൻസ് ബേസ്ഡ്. അത് ഏതാണ് ഇക്വേഷൻ? വി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ സി എന്നുള്ള ഇക്വേഷൻ. ഇതെങ്ങനെയാണ് കിട്ടിയത്? ക്യൂ പ്രൊപ്പോർഷണൽ വി ആണെന്ന് പറഞ്ഞു. അപ്പൊ ആ എന്താണ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി നമുക്കൊരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് ആ കോൺസ്റ്റന്റ് ആണ് സി. ആ കോൺസ്റ്റന്റ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പാസിറ്റൻസ്. അവിടെ പഠിച്ചതാണ് നമ്മള്. ക്യൂ ഇസ് ഈക്വൽ ടു സി വി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നാണ് ബിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ബി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ സി. ആ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഇക്വേഷൻ നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പൊ ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ക്യൂ ബൈ സി ഇൻറ്റു ഡി ക്യൂ എന്ന് വന്നു. ഓക്കെ, ഇതാണ് എന്ത്, ഈ ക്യൂവിൽ നിന്നും ഡി ക്യൂയിലേക്ക് ആക്കാൻ വേണ്ട സ്മോൾ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ സ്മോൾ വർക്ക് ഡൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ടോട്ടൽ വർക്ക് ഡൺ ടു ഇൻക്രീസ് ദ ചാർജ് ഫ്രം 0 to Q എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? അതായത് നമുക്ക് ടോട്ടൽ ആയിട്ടുള്ള വർക്ക് കണ്ടുപിടിക്കണം. ഇനിഷ്യലി 0 ആയിരുന്നു, അതിൽ നിന്ന് Q ആയിട്ട് ചാർജ് ഇൻക്രീസ് ചെയ്താൽ, ക്യാപിറ്റൽ ക്യൂ ചാർജ് ആയിട്ട് ഇൻക്രീസ് ചെയ്താൽ അപ്പോ അവിടെ വരേണ്ട ടോട്ടൽ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ. ടോട്ടൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഈ സ്മോൾ വർക്ക് ഡണ്ണിനെ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ കിട്ടും. അതെങ്ങനെയാണ് നോക്കാം. അപ്പൊ എങ്ങനെ വരും? ദ ടോട്ടൽ വർക്ക് ഡൺ ടു ഇൻക്രീസ് ദ ചാർജ് ഫ്രം 0 to Q ഈസ് ഗിവൺ ബൈ. നേരത്തെ നമ്മളൊരു സാമ്പിൾ ആയിട്ടുള്ള ഒരു ഡി ക്യൂ ചാർജിലേക്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്മോൾ വർക്ക് ഡൺ ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്? ടോട്ടൽ വർക്ക് ഡൺ ടു ഇൻക്രീസ് ദ ചാർജ് ഫ്രം 0യിൽ നിന്നും ക്യാപിറ്റൽ ക്യൂയിലേക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ട ആ വർക്ക് ഡണ്ണിനെ പറയുന്ന പേരാണ് ടോട്ടൽ വർക്ക് ഡൺ. അത് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ആ വർക്ക് ഡണ്ണിനെ ഞാൻ ഡബ്ല്യു എന്ന് കൊടുത്തു. അപ്പോ അതിന്റെ ഇന്റഗ്രൽ 0 to Q, എവിടെ മുതൽ എവിടം വരെ ആ വാല്യൂസ് നമ്മൾ കൊടുക്കണം. 0 to Q ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി നമുക്ക് ഈ സ്മോൾ വർക്ക് ഡണ്ണിനെ. അപ്പൊ എങ്ങനെ വരും? ഇന്റഗ്രേറ്റ് 0 to Q dw. ഓക്കെ, ഈ സ്മോൾ വർക്ക് ഡണ്ണിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വർക്ക് ഡൺ ഫ്രം 0 to Q കിട്ടും. ഓക്കെ, നമുക്കത് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേഷൻ നിങ്ങൾക്ക് അറിയാലോ. അപ്പോ എങ്ങനെ ഇന്റഗ്രൽ 0 to Q എങ്ങനെ വരും? ഇതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ Q ബൈ സി ഡി ക്യൂ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എങ്ങനെയാണ് വന്നത്? ഈ ഇന്റഗ്രൽ ഈ സ്മോൾ വർക്ക് ഡണ്ണിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ, ഇന്റഗ്രേഷൻ മെത്തേഡിലൂടെ നമുക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്താൽ, ഈ സ്മോൾ വർക്ക് ഡണ്ണിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വർക്ക് ഡൺ ടു ഇൻക്രീസ് ദ ചാർജ് ഫ്രം 0 to Q കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ ചെയ്യുന്നത്. ആ ടോട്ടൽ വർക്ക് ഡണ്ണിനെ ഡബ്ല്യു ആയിട്ട് എടുത്താൽ ഇന്റഗ്രൽ ഡി ഡബ്ല്യു എവിടെ മുതൽ എവിടം വരെ? 0 to Q. ഓക്കെ, ഇനി അതിന്റെ ഇക്വേഷൻ അങ്ങ് എഴുതി. ഇന്റഗ്രൽ 0 to Q Q ബൈ സി ഡി ക്യൂ. ഈ ഇക്വേഷൻ ഇവിടെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ഇനി എങ്ങനെ വരുമെന്ന് നോക്കാം. നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോ ഈ ക്യൂ 1 ബൈ സി ഉണ്ടല്ലോ, ഈ സി നമുക്കൊന്ന് വെളിയെടുക്കാം. അപ്പൊ 1 ബൈ സി ആവും അല്ലെ. അപ്പൊ എങ്ങനെ വരും? 1 ബൈ സി ഇൻറ്റു ഇന്റഗ്രൽ 0 to Q മിച്ചാരുണ്ട് Q ഡി ക്യൂ എന്ന് വരും. ഓക്കെ, നമ്മള് എന്താണ് ഇനി ഇന്റഗ്രേഷൻ മെത്തേഡാണ്. അതായത് ഒരു നമ്പർ അത് ഇൻറ്റു എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് വന്നാൽ, ഓക്കെ, ഇങ്ങനെ ഒരു ഇത് വന്നാൽ നമ്മൾ എങ്ങനെ എടുക്കും? അതായത് ഇതിന്റെ ഒരു ജനറൽ ഇക്വേഷൻ ആണ് എക്സ് റേസ് ടു 1 + 1. ഇവിടെ എത്രയുണ്ടോ n ഉണ്ടെങ്കിൽ n+1 ബൈ n+1. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ക്ലിയർ ആണോ? ഇതാണ് ഈ ഇക്വേഷൻ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. എക്സ് റേസ് ടു എൻ ഡി എക്സ്, ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് ആണെങ്കിൽ ഇസ് ഈക്വൽ ടു അതെങ്ങനെ വരും? ഇന്റഗ്രൽ എക്സ് റേസ് ടു n+1 ബൈ n+1. ആ ഇക്വേഷൻ ആണ് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെ വരും? 1 ബൈ സി ഇൻറ്റു ക്യൂ റേസ് ടു 1 എന്നല്ലേ. ക്യൂവിന്റെ പവർ എപ്പോഴും വേറെ ഒന്നും ഇല്ലെങ്കിൽ അത് 1 ആയിരിക്കും. അവിടെ എപ്പോഴും 1 കാണും. ഓക്കെ, അപ്പൊ ക്യൂ ഡി ക്യൂ എന്നാണ്. അതായത് ഇതേ ഫോമിലാണല്ലേ അതുള്ളത്, ക്യൂ ഡി ക്യൂ. ഓക്കെ, അപ്പോ ആ ഫോമിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഇന്റഗ്രേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാം. എങ്ങനെ വരും? അപ്പോ എങ്ങനെ വരും നോക്കാം. ക്യൂ റേസ് ടു 1 ആണല്ലേ. അപ്പൊ ക്യൂ റേസ് ടു 1 + 1 Q² ബൈ
2 എന്ന് വരും. ഓക്കെ, q²/2 എന്ന് വരും. ഓക്കെ, എവിടം മുതൽ എവിടം വരെ നമുക്ക് ലിമിറ്റ് എപ്പോഴും കൊടുക്കണം കേട്ടോ. 0 മുതൽ q വരെ. ഓക്കെ, ഞാൻ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട് 1/c ഇൻറ്റു q²/2 എവിടം മുതൽ എവിടം വരെ ലിമിറ്റ് 0 to q ആണ്. അപ്പൊ നമുക്ക് ഇത് ഈ അപ്പർ ലിമിറ്റ് ഇവിടെ കൊടുക്കാം. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണല്ലോ. ഈ ക്യൂവിന്റെ സ്ഥാനത്ത്, ഈ സ്മോൾ ക്യൂവിന്റെ സ്ഥാനത്ത് ഇവിടെ ഉള്ള ഈ ലിമിറ്റ് കൊടുക്കണം. എങ്ങനെയാണ്? ഈ ലിമിറ്റ് കൊടുത്ത് മൈനസ് ഈ ലിമിറ്റ്. അത് ഞാൻ എഴുതി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എങ്ങനെ വരും? 1/c ഇൻറ്റു ഇത് അപ്പർ ലിമിറ്റ് ആദ്യം കൊടുക്കുക. ക്യൂയുടെ സ്ഥാനത്ത് q²/2 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക 0²/2. ഓക്കെ, ഇങ്ങനെ എഴുതി. ക്ലിയർ ആണല്ലോ? എങ്ങനെയാണ് കൊടുത്തത്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് ആരാണ്? ക്യൂ. അപ്പൊ ക്യൂവിന്റെ സ്ഥാനത്ത് ക്യൂ ആദ്യം കൊടുക്കുക. അടുത്ത ക്യൂവിന്റെ സ്ഥാനത്ത് 0 കൊടുക്കുക. അപ്പൊ q²/2 മൈനസ് 0²/2. ഓക്കെ, ഇനി എങ്ങനെ വരും? നമുക്കറിയാം 0² എന്താണ്? 0 തന്നെ ആയിരിക്കും. അപ്പൊ 0/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ് ആൻസർ. അതായത് 0/2 ചെയ്താൽ എന്താണ്? 0 ആണ് ആൻസർ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1/c ഇൻറ്റു വേറെ ഇത് ഇത്രയും ടേംസ് 0 ആയി. അപ്പൊ ആരേ ഉള്ളൂ? q²/2 ഉള്ളൂ. ഓക്കെ, q²/2 ഉള്ളൂ. ഇനി ഇതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി എങ്ങനെ വരും? q²/2c എന്ന് വരും. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ഞാൻ എന്താണ് ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞ്? ഇനിയും 2 ഇക്വേഷനും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇതാണ് എന്താണ് ഒന്നാമത്തെ ഇക്വേഷൻ. എന്തിന്റെ? എനർജി സ്റ്റോർഡിന്റെ കപ്പാസിറ്ററിന്റെ ഒന്നാമത്തെ ഇക്വേഷൻ. ഈ രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെ വരുമെന്ന് നോക്കാം. ഇതിനെ ഒന്ന് ചെറുതായിട്ട് ചെറിയ മാറ്റങ്ങൾ വരുത്തി എഴുതുന്നതാണ് ബാക്കി 2 ഇക്വേഷൻസും. എങ്ങനെ എഴുതാം? u = q²/2c ആണ്. അപ്പൊ ഇതില് നമുക്കറിയാം q എന്താണ്? q = cv ആണെന്ന് അറിയാം. ഓക്കെ, q = cv നമ്മൾ കപ്പാസിറ്റൻസിൽ പഠിച്ചിട്ടുള്ളതാണല്ലോ. q പ്രൊപ്പോർഷൻ ടു v. ഈ പ്രൊപ്പോർഷൻ സൈൻ മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്തു, അതാണ് c. അപ്പൊ q = cv എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. അപ്പൊ എന്തായിരിക്കും q² എന്ന്? q² എങ്ങനെ വരും? അപ്പൊ c² v². q² എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ എങ്ങനെ വരും? c² v². അതാണ് ഇവിടെ എഴുതിയത്. c² v²/2c. ഓക്കെ, ഇങ്ങനെ എഴുതാം. ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. അതേ കാര്യമാണ്. q എന്താണ്? cv. അപ്പൊ q² എങ്ങനെ വരും? cv the whole square. അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയ c² v²/2c. 2c അതുപോലെ എഴുതി. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു c ഉണ്ടല്ലോ, ഇവിടെ ഒരു c ഉണ്ട്, ഇവിടെ 2 c ഉണ്ട്. c ഇൻറ്റു c ആണ്. അപ്പൊ c ഇൻറ്റു c ആണ് c². അപ്പൊ ഈ c യും ഇവിടെ ഒരു c യും വെട്ടിപ്പോച്ചു. അപ്പൊ എങ്ങനെ വരും? cv²/2. കുറച്ചുകൂടെ ഭംഗിയായിട്ട് എഴുതിയ എന്താ? ½ cv². ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. u = ½ cv² എന്നത്. ½ cv². ഓക്കെ, ക്ലിയർ ആണല്ലോ? ½ cv² എന്ന് കിട്ടി അല്ലേ? അപ്പോ ഇതില് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഇതിൽ നിന്നുമാണ് നമ്മൾ മൂന്നാമത്തെ ഇക്വേഷൻ എഴുതാൻ പോകുന്നത്. ഈ c യുടെ സ്ഥാനത്ത് c = നമുക്കറിയാം q/v ആണെന്ന് അറിയാം. അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ½ ഇൻറ്റു q/v ഇൻറ്റു v² എന്ന് വരും. അപ്പൊ ഇവിടെ നിന്നൊരു v യും ഇവിടെ നിന്നൊരു v യും പോയി. അപ്പൊ എങ്ങനെ u യുടെ ഇക്വേഷൻ വരും? ½ q ഇൻറ്റു v. അപ്പൊ ഇന്ന് നമ്മൾ 3 ഇക്വേഷൻസ് ആണ് എനർജി സ്റ്റോർഡിനെ കപ്പാസിറ്ററിനെ പഠിച്ചത്. ഒന്നാമത്തെ ഇക്വേഷൻ u = q²/2c. രണ്ടാമത്തെ ഇക്വേഷൻ u = ½ cv². മൂന്നാമത്തെ ഇക്വേഷൻ u = ½ qv. ഓക്കെ, മൂന്നിന്റെ ഡെറിവേഷൻ നിങ്ങളൊന്ന് മനസ്സിലാക്കിയൊന്ന് വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഇതോടുകൂടി ഈ വീഡിയോ പൂർണ്ണമാവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ തുടർന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.